അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് വൻ ഗതാഗത കുരുക്ക്. ചുരത്തിലെ 6-ാം വളവിലാണ് മരം വീണത്. റോഡിന്റെ രണ്ട് വശങ്ങളിലായി നിരവധി വാഹനങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വാർത്ത. നിഖിൽ പ്രമേഷ് നൽകുന്നതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പാലക്കാട് നിന്നും. നിഖിൽ, എപ്പോഴാണ് ഈ മരം വീണത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഈ ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിൽ തന്നെയാണോ ചുരത്തിൽ? ഏതാണ്ട് 10 മണി കഴിഞ്ഞാണ്, അതായത് വളരെ കുറച്ച് സമയം മാത്രമായിട്ടുള്ളൂ ഈ മരം വീണിട്ട്. ആഗള്ളി അട്ടപ്പാടി മേഖലയിലെല്ലാം തന്നെ കഴിഞ്ഞ 24 മണിക്കൂറായി ഇടവിട്ടാണെങ്കിലും ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ശക്തമായ കാറ്റിനും മഴയിലും ഏതാണ്ട് 10 മണിയോടുകൂടി അട്ടപ്പാടി ചുരത്തിൽ മരം വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ചുരത്തിലെ 6-ാം വളവിലാണ് മരം കടപുഴകി വീണത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇരുഭാഗത്തും നിരവധി വാഹനങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ഈ മരം ഇതുവരെ മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുഭാഗങ്ങളിൽ നിന്നുമായി വാഹനങ്ങൾ ഇങ്ങനെ നിരയായി നിൽക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ധാരാളം യാത്രക്കാർ ഈ വാഹനങ്ങളിലുണ്ട്. മഴക്കാലത്തെ ചുരത്തിലുണ്ടാകുന്ന ഇത്തരം അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ പ്രത്യേക സജ്ജീകരണങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഒരു പാതയാണ്. സത്യത്തിൽ കോയമ്പത്തൂരിലേക്കൊക്കെ പോകുന്ന ആളുകൾ വരെ അതുവഴി യാത്ര ചെയ്യാറുണ്ട്. എന്തായാലും ഈ ആളുകൾ ഒരുപാടധികം കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അട്ടപ്പാടി മേഖലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ആളുകളും തിരിച്ച് മണ്ണാർക്കാട് ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകളടക്കം ചുരത്തിൽ ഇപ്പോൾ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാത്രി ആയതുകൊണ്ടും ശക്തമായ മഴ ഉള്ളതുകൊണ്ടും ഫയർഫോഴ്സ് സംഘത്തിനൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്നതിന് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. അത് മാത്രമല്ല, ഈ മരം മുറിച്ചു മാറ്റണമെങ്കിലും കൂടുതൽ സൗകര്യങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനും കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രാത്രിയിൽ അല്പസമയം കൂടി അവിടെ തന്നെ ഇപ്പോൾ ഈ വാഹനങ്ങളിലുള്ള ആളുകൾക്ക് കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയാണ്. എന്തായാലും ഈ മരം മുറിച്ചു മാറ്റാൻ ഇതുവരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ശരി, നിഖിൽ പ്രമേഷാണ് അപ്ഡേറ്റുകൾ നൽകിയത് പാലക്കാട് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.